കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ മേഖലയിൽ വിദഗ്ധ സംഘം ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചിള്ളി, പാനൂം മേഖലകളിൽ ഒരാഴ്ചയോളം സംഘം സന്ദർശനം നടത്തും. മിഥില ബാലൻ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥില, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഇന്നും വിലങ്ങാട് തുടരും. അവർ പ്രധാനമായും പരിശോധിക്കുന്നത് ശാസ്ത്രീയ പഠനം നടത്തുന്നു. ഒപ്പം തന്നെ ഈ പ്രദേശം ഇനി വാസയോഗ്യമാണോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ശാസ്ത്രീയ പഠനം എന്ന് പറയുമ്പോൾ 2019 വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. 2019 ഉണ്ടായ ഉരുൾപൊട്ടലിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇപ്പോൾ ഒരാൾക്കും ജീവൻ നഷ്ടമായി. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അടിക്കടി ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്? ഇതുമായി ബന്ധപ്പെട്ടാണ് ശാസ്ത്രീയ പഠനം നടത്തുന്നത്. മറ്റൊന്ന്, ഈ പ്രദേശം ഇനി താമസിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണോ എന്നതാണ് പരിശോധിക്കുന്നത്. കാരണം അപ്പാടെ തന്നെ നാമാവശേഷമായ ഒരു സ്ഥിതിവിശേഷമാണ് വിലങ്ങാടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി അവിടെ വാസയോഗ്യമാണോ എന്നത് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും ഈ 2 കാര്യങ്ങളാണ് വിദഗ്ധ സംഘം പരിശോധിക്കുന്നത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ്, നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ആ ഒരു നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ എത്രത്തോളം ധനസഹായം ഈ മേഖലയ്ക്ക് പ്രഖ്യാപിക്കാൻ കഴിയൂ, അത്തരം കാര്യങ്ങളെല്ലാം സർക്കാരിന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. എന്തുതന്നെയായാലും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യും എന്ന് റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന് സാധ്യമായതെല്ലാം സർക്കാർ ഇവിടെ ചെയ്യും എന്ന ഉറപ്പ് വിലങ്ങാട് സന്ദർശിച്ച ശേഷം മന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിദഗ്ധ സംഘത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് ഈ മാസം 20-നകം നൽകാനാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എസ്കേൻ ബാലൻ ആണ് വിവരങ്ങൾ നൽകിയത്.